അപ്പോൾ ഇന്നൊരു അടിപൊളി കിടുക്കാച്ചി വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഒരുപാട് വണ്ടികളുടെ കളക്ഷൻ ആയിട്ട് 1.5 ലക്ഷം രൂപ മുതൽ തുടങ്ങി ഒരു 10-15 ലക്ഷം രൂപ വില വരുന്ന നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള വണ്ടികളുടെ ഒരു വലിയൊരു കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ കടയിലാണുള്ളത്. അതുപോലെ തന്നെ നേരെ നമുക്ക് കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ടാണ് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ ചങ്കിനെ പരിചയപ്പെടാം. വേറെ ആളുപാടുണ്ട്, ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്വയം ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. പ്രണവ്, ജസ്റ്റ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. പ്രണവ്, ഡ്രൈവ് ഓൺ കാർസ്, കരുവാരകുണ്ട്. അതെ, നമ്മളെ ചങ്കാണ്. അതുപോലെ തന്നെ ഒരാളും പാടുണ്ട്, നമ്മളെ നഫ്സൽ ബാബു എന്ന് പറയുന്ന ആളിവിടെ ഇല്ല. അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വലിച്ചു കിട്ടാതെ നമുക്ക് ഓരോരോ വണ്ടികളായിട്ട് പരിചയപ്പെടും. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ 1 ലക്ഷം 1.5 ലക്ഷം രൂപ മുതൽ തുടങ്ങുന്ന വണ്ടികൾ നമ്മളെടുത്ത് അല്ലേ. അതുപോലെ നമുക്ക് ഇവിടെ തന്നെ തുടങ്ങാം അല്ലേ. തുടങ്ങാം. 2016 മോഡല് ജെ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ്. രജിസ്ട്രേഷൻ ആയ വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല, ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ടോട്ടൽ ലോസ് ഫ്ലഡ് എല്ലാ വണ്ടിക്കും നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും. മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ് ഫ്ലഡ് എല്ലാം നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും. ജെ ഓപ്ഷൻ ആണെങ്കിൽ പോലും ഏറ്റവും ഫുൾ ഓപ്ഷന്റെ അലവിലും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ അതുപോലെ ഞാൻ നാളെ നോക്കിയപ്പോൾ കണ്ടിരുന്നിട്ട് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ പക്കാണ്. അപ്പോ ഇത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇത് 1.5 ലക്ഷം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത്. റീ രജിസ്ട്രേഷൻ ആണ്. നല്ല ക്വാളിറ്റിയിലാണ് വണ്ടി ഉള്ളത്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി എടുത്തിട്ട് പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നും ചെയ്യാണ്ടാവില്ല. നമ്മൾ 7,49,000 രൂപ ആസ്ക് ചെയ്യുന്നതാണ്. വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കും. തീർച്ചയായിട്ടും മാറ്റം വരും കൊടുക്കാം. ഇതിൽ 2018 മോഡൽ GD ഓപ്ഷൻ വരുന്നതാണ്. അത് ഡീസലാണ്. ഇത് ഡീസലാണ്. ഉണ്ടാവും 20 കിലോമീറ്റർ മുകളിൽ മൈലേജ്. പെട്രോൾ ആകുമ്പോൾ ചിലപ്പോൾ ആളുകൾ പെട്രോൾ ആണോ ഡീസൽ ആണോ അറിയാതെ ചിലപ്പോൾ വില ഓവറായി തോന്നും ചിലപ്പോൾ. അല്ലല്ല, ഡീസലാണ്. ഇതിൽ 2018 മോഡൽ ഒറിജിനൽ കേരള വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ ഹെവി ക്വാളിറ്റി വരുന്ന വണ്ടിയാണ്. GD ആണെങ്കിലും എക്സ്ട്രാ റിവേഴ്സ് ക്യാമറ, സീറ്റ് കവർ, അലോയ് വീല് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ചെയ്താണ്ട് അലവിലും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്താ. ടയർ ഭാഗങ്ങളൊക്കെ എങ്ങനെയാണ്? ഒക്കെ ഉണ്ട്. അത്യാവശ്യം ഒരു 80% മുകളിൽ ടയർ ഭാഗം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നുമില്ല മേജർ റീപ്ലേസുകളൊന്നുമില്ല. ചെറിയ അല്ലറ ബമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവും. പക്ഷെ മേജർ ആയിട്ടുള്ള ഒക്കെ നമ്മള് ഫോൺ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. ഫോട്ടോസും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. എല്ലാതും പാടെ ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല, കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. നമുക്ക് പുറത്തുനിന്നുള്ള കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വാട്സപ്പിൽ നമ്മൾ ഫുള്ള് ഡീറ്റെയിൽ ഇട്ട് കൊടുക്കണം. ഇത് 2018-19 രജിസ്ട്രേഷൻ. ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. അത് ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇത് VXD ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് വരുന്നതാണ്. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ പുതിയ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതാണ്. 1,20,000 കിലോമീറ്ററാണ് റൺ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ റേറ്റ് പറഞ്ഞാൽ ഇത് 6.5 രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ഇത് 7 രൂപ നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ഒന്നുമില്ല മേജർ ആയിട്ടുള്ള. ഇത് റീ രജിസ്ട്രേഷൻ ആണ്. ലിവർ 4 ഉണ്ട് ഏകദേശം. ഇപ്പൊ നിലവിൽ സ്റ്റോക്കിൽ 4 വണ്ടി ഉണ്ട്. ഇത് റീ രജിസ്ട്രേഷൻ ആണ്. പിന്നെ 15 മോഡൽ 16 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. ഇത് 4,60,000 രൂപ നമ്മൾ ആസ്ക് ചെയ്യുന്നതാണ്. മാറ്റം വരുത്തി കൊടുക്കും തീർച്ചയായിട്ടും. ഇത് 2015 മോഡലാണ്. ഇത് ഡൽഹിയാണ് ഇപ്പൊ നിലവിലുള്ളത്. ഇത് നമ്മൾ നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. 4,40,000 രൂപ ആസ്ക് ചെയ്യുന്നത്. ഒക്കെ ഡീസൽ വണ്ടിയാണ്. മൈലേജ് എടുക്കാൻ മൈലേജ് ഉണ്ടാവും. ഇത് 15-16 വണ്ടി ടൈപ്പ് ന്യൂ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ മൈലേജിന്റെ കാര്യത്തിൽ പുലിക്കുട്ടിയാണ്. പിന്നെന്താ കാര്യത്തിൽ ഒരു സാധാരണ കുടുംബത്തിന് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള മെയിൻ്റെനൻസും കാര്യങ്ങളും. ടയോട്ടന് ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ. പിന്നെ നമ്മള് പട്ടിയെ പോലെ പണിയെടുക്കാന്ന് പറയുന്ന മാതിരി അങ്ങനെ ഓടിക്കോളൂ. മാത്രം നോക്കിയാൽ അടുത്തത് ചെറിയൊരു ഫാമിലിക്ക് പറ്റുന്ന ഒരു വണ്ടി അല്ലേ. അതെ എക്സ്പ്രസോ 2019-20 രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ. ഇത് നമ്മളെ 71 നമ്മുടെ നിലമ്പൂർ RTOന്റെ കീഴിൽ വരുന്ന വണ്ടി തന്നെയാണ്. ഇത് 80,000 കിലോമീറ്ററിന് ഉള്ളിൽ ഓടിയിട്ടുള്ളൂ. ഉണ്ട്. റീപ്ലേസ് മേജർ റീപ്ലേസുകളൊന്നുമില്ല. ടയറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഏകദേശം ഒരു 70% ഉണ്ട് കേട്ടോ. ടയറൊക്കെ ഉണ്ട്. ടയറൊക്കെ അത്യാവശ്യം ഒരു 50-60% അതുണ്ട്. ബാക്കിലും ഉണ്ട്. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ. അതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കട്ടോ. ലോണും കാര്യങ്ങളൊക്കെ ഇറക്കി കൊടുക്കാൻ പറ്റുന്ന ലോൺ സൗകര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇത് എങ്ങനെ റേറ്റ്? ഇത് 390 നമ്മൾ ആസ്ക് ചെയ്യുന്നത്. വില ചെറിയ ബഡ്ജറ്റിൽ 7 സീറ്റർ നോക്കുന്ന ആൾക്കാർക്ക് ആണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയിലുള്ള എൻജോയ് ആണ്. സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിയാണ്. ഇതും നമ്മളെ നാട്ടിലത്തെ അഡ്രസ്സിലുള്ള വണ്ടിയാണ്. നമ്മൾ പരിചയമുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് 2013 വണ്ടി. ഇത് 2,30,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടി. പിന്നെന്താ വലിയൊരു ഫാമിലിക്ക് ചെറിയ പൈസക്ക് ഇറക്കാൻ പറ്റുന്ന അടിപൊളി വണ്ടിയാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി കമ്പനി പെയിന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ലോണും കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും.
ഫോർഡ് എക്കോ സ്പോർട്ട് ടൈറ്റാനിയാണ്. ആ ഇത് 2015 മോഡൽ വരുന്ന വണ്ടിയാണ്. 2015 മോഡൽ. റീപ്ലേസ്മെന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഇല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് പറഞ്ഞു. തീർച്ചയായിട്ടും പറയും. ഇത് മേജർ ആയിട്ടുള്ള റീപ്ലേസ്. ഇതെന്താണ് ചെറിയ റീപ്ലേസുകൾ പറഞ്ഞാൽ ഈ ബമ്പർ കാര്യങ്ങളൊക്കെ അത് നമ്മൾ എടുത്ത് വരേണ്ട ആവശ്യമില്ലല്ലോ. വാഹനങ്ങളാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ അതും നമ്മൾ എന്താ വെച്ചാൽ ഫോണിൽ ഇവർ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കസ്റ്റമർ കോൺടാക്ട് ചെയ്യുമ്പോൾ അതടക്കം നമ്മൾ പറഞ്ഞു കൊടുക്കും. എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. 2015 മോഡൽ. ആ 3ാമത്തെ ഓണർഷിപ്പിലാണ്. 1,20,000 കിലോമീറ്റർ. അത് ഫുള്ള് 1,17,000 കിലോമീറ്റർ വരെ ഷോറൂം സർവീസിലുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അത്യാവശ്യം ഒരു 50% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് എങ്ങനെയാണ് റേറ്റ്? ഇത് നമ്മൾ 4,80,000 രൂപ ആസ്കിനുണ്ട്. 4,80,000 രൂപ ആസ്കിനുണ്ട്. വാഗനർ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. വാഗനർ ഓട്ടോമാറ്റിക് ആണ്. 59,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഫുള്ള് ഷോറൂം സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. 4 പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് 1200 cc എഞ്ചിൻ വരുന്ന വണ്ടിയാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം അത് അത്യാവശ്യം നല്ല എൻക്വയറി ഉണ്ട്. കോഫി കളർ. നമ്മൾ 4,89,000 രൂപ. 4,89,000 രൂപ. ഇതും ഇതില് നമ്മൾ 4,00,000 രൂപ വരെ ലോണും കയറ്റി കൊടുക്കാം. 4,00,000 രൂപ വരെ ലോണും കിട്ടും. പാർട്ടിന്റെ പ്രൊഫൈൽ വയ്ക്കാണോ കേട്ടോ. അതുകൂടി ഇതിന്റെ ഒപ്പം പറയാം. അത് പറയാം. ലോൺ നമ്മൾ അറേഞ്ച് കൊടുക്കാം. ബാങ്കിന്റെ തന്നെ നമുക്ക് അറേഞ്ച് കൊടുക്കാം. ഇത് 2012 മോഡലാണ് കേട്ടോ. സ്വിഫ്റ്റ് അത്യാവശ്യം നല്ല എൻക്വയറി. ടൈപ്പ് 2 വണ്ടി. മൈലേജ് ഉണ്ടാവും. ഡീസലാണ്. VDI വരുന്നത്. ഒന്നുമില്ല. അതിന് മേജർ ആയിട്ടുള്ള റീപ്ലേസ് ഒന്നുമില്ല. ഒരു ഡോർ ചെറിയൊരു പണി തിന്നുന്നുള്ളൂ. മാറ്റിയിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടയർ ഭാഗം ഒരു 60% ടയർ ഭാഗം ഉണ്ട്. ഒരു 60-70% ഫ്രണ്ടിലൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ട്. പാനല് അപ്രോണ് കാര്യങ്ങളായി ഒന്നും ടച്ച് ചെയ്യാത്ത വണ്ടിയാണ്. അത്യാവശ്യം നല്ല 1,60,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. അത് 4ാമത്തെ ഓണർഷിപ്പാണ്. ഇത് റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ 3,10,000 രൂപ ഉപയോഗിക്കുന്നുണ്ട്. അതിന് വിലയിൽ മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കും. 2.5 ലക്ഷം രൂപ ലോണും വാങ്ങി കൊടുക്കാം. ഇത് 2023-24 രജിസ്ട്രേഷൻ പിന്നെ സെലേറിയോ 40,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ള. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഒന്നുമില്ല റീപ്ലേസ് കാര്യങ്ങൾ. ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള ഹിസ്റ്ററിയിലുണ്ട്. ഇന്റീരിയർ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് കമ്പനി ഫ്ലോർ മാറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കമ്പനി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ സീറ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ കൊണ്ടുനടക്കാനും കാണാൻ കഴിവ്. അതാണ് നല്ല വൃത്തിയിലല്ലേ. ഇതിൽ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തില്ല. സ്റ്റോക്ക് കണ്ടീഷനിലുള്ള വണ്ടിയാണ്. ഇത് എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇത് 5,40,000 രൂപയാണ് മാസ്കിന്. അതിന് വിലയിൽ എന്തെങ്കിലും മാറ്റം ഇതും അത്യാവശ്യം ലോൺ കാര്യങ്ങളൊക്കെ കിട്ടും. കൊടുക്കും. ഇത് ഏകദേശം 90% വരെ ലോൺ വാങ്ങി കൊടുക്കും. സ്വിഫ്റ്റ് ടൈപ്പ് 2 സ്വിഫ്റ്റ് തന്നെയാണ്. 13 ഡീസൽ വേരിയന്റ് VDI. 13-14 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. ഇത് 94,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതും ഷോറൂം സർവീസ് ഉണ്ട്. പിന്നെ ഇതിന് ബോണറ്റ് ചെറിയ റീപ്ലേസ് ഉണ്ട്. അലവിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. ഫോൺ ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുക്കാം. ടയറും കാര്യങ്ങളൊക്കെ ഒക്കെ ആവറേജ് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് 3,35,000 രൂപ കൊടുക്കാം. ഒരു ഓഫർ പ്രൈസ് കൊടുക്കാം. ഇത് ഡീസൽ വേരിയന്റ് 18 മോഡൽ 19 രജിസ്ട്രേഷനും ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ. ഇത് മാഗന ഓപ്ഷൻ വരുന്നുണ്ട്. ഇല്ല മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇല്ല. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 90%-ഓളം ഫ്രണ്ട് ബാക്കിലാണെന്നുണ്ടെങ്കിലും ഏകദേശം 80%. അത്യാവശ്യം ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടെ ഒന്ന് പറഞ്ഞു. ഇത് 1,40,000 കിലോമീറ്ററിനുള്ളിൽ ഓടിയിട്ടുള്ളൂ. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പാണ്. 5,85,000 രൂപ നമ്മൾ ആസ്കിയുണ്ട്. അതിനൊരു 5.25 ലക്ഷം രൂപ വരെയൊക്കെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. സ്കോഡ റാപ്പിഡ് ഓട്ടോമാറ്റിക് ആണ്. ഇത് പരിചയപ്പെടുത്തേണ്ട വണ്ടിയാണ്. ഇതൊരു 20 കിലോമീറ്ററോളം മൈലേജ് കിട്ടും. ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടിയാണ്. ഹെവി ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. DSG ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ് ഇത്. അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഗിയർ ചേഞ്ച് ചെയ്യണമെന്ന് അറിയാനല്ല. അങ്ങനെ സ്കോഡ ഉപയോഗിച്ച ആൾക്കാർക്ക് അറിയാം. സ്കോഡ ഉപയോഗിക്കണമല്ല, ഒരു വണ്ടി ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, വണ്ടി ഓടിക്കാൻ ആഗ്രഹിക്കും. യാത്ര ചെയ്യാന്ന് മാത്രമല്ല, വണ്ടി ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. ഭയങ്കര ഡ്രൈവിംഗ് കംഫർട്ടാണ്. സ്കോഡ എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മെയിൻ്റെനൻസ് കോസ്റ്റും കാര്യങ്ങളും വരും. വലിയൊരു കോസ്റ്റ് എന്നല്ല, സ്കോഡ എന്ന് പറയുമ്പോൾ അത്ര വലിയൊരു ബ്രാൻഡിന്റെ ഒരു വണ്ടിയാകുമ്പോൾ മെയിൻ്റെനൻസ് കോസ്റ്റും കാര്യങ്ങളും വരും. നമ്മളറിയാം, എല്ലാം വീഡിയോയിൽ എടുത്ത് പറയുന്നത് നല്ലതാണെന്ന് എഴുതിയിട്ടാണ് എല്ലാ കാര്യങ്ങളും. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഇതിന്റെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞതാണ്. ഇത് 2016 മോഡലാണ്. DSG ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ്. ഇത് നമ്മൾ 5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് ഏകദേശം ഫുള്ള് ലോണും കയറ്റി കൊടുക്കാം. അപ്പോൾ അടുത്തത് എന്ന് പറയുന്നത് അടുത്ത് നമുക്ക് റിഡ്സും ചെറിയ ഒരു ബഡ്ജറ്റിലുള്ള വാഹനം അല്ലേ? ചെറിയ ബഡ്ജറ്റ്. 2012 ഇത് 2014 മോഡൽ. 14 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ 1,28,000 കിലോമീറ്റർ ഓടിയുള്ള വണ്ടിയാണ്. ന്യൂ ടൈപ്പിൽ 12 ശേഷം പിന്നെ വണ്ടിയാണ്.
മേജർ റീപ്ലേസ് ഒന്നുമില്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇതെങ്ങനെ റേറ്റ് ഉദ്ദേശിച്ചത്? ഇത് നമ്മൾ 3,49,000 രൂപ ആസ്ക് ചെയ്യുന്ന വണ്ടിയാണ്. അതിന് വിലയിൽ മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കാം. ആ, ഓക്കെ ഓക്കെ. ഇത് ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. സീറ്റ് കവർ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള. ചെറിയ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ നമ്മൾ ആ, അത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയല്ലേ,